ഞങ്ങൾക്ക് വേദനിക്കും. ഞങ്ങൾക്ക് വേദനിക്കാതിരിക്കണ എങ്ങനെയാണ്? ഞങ്ങൾ സഭയോടൊപ്പം നിൽക്കുന്ന ആളുകളാണ്. സഭയോട് സിനഡിന്റെ ഒപ്പം നിൽക്കുന്ന ആളുകളാണ്. നിങ്ങളുടെ മാതിരി ഞങ്ങളുടെ വിശുറപ്പ് കൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് ആസനത്തിൽ വാലും ചുറ്റി നീണ്ടു നിവർന്ന് AC കിടന്നുറങ്ങി ഉറങ്ങുന്ന ആൾക്കാരല്ല ഞങ്ങള്. ഞങ്ങളുടെ കാശ് കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന നിങ്ങൾ, മനസ്സിലായോ? ഞങ്ങളുടെ കാശ് കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത്, ഞങ്ങളുടെ വിശർപ്പ് അതുകൊണ്ട് കോടികൾ ഉണ്ടാക്കുന്ന നിങ്ങളല്ല ഞങ്ങള് സഭയനുസരിച്ച്, സഭയുടെ എല്ലാ സ്വീകരണം അനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരാ. അപ്പൊ ഞങ്ങളുടെ ആൾക്കാരെ പിടിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങളുടെ ആൾക്കാർ തോന്നിയവാസികള്, തോന്നിയവാസം പറയുന്നവര്, തോന്നിയവാസം കാണിക്കുന്നവര്, അത്രയ്ക്ക് പരമചെറ്റകളാണ് നിങ്ങളുടെ കൂടെ ഉള്ള ആളുകൾ. അതിന്റെ അന്ന് 5-ാം തീയതി അനുഭവിച്ചത്. ഇനിയും കിടക്കണുള്ളൂ അനുഭവിക്കാനായിട്ട്, ഇനി കിടക്കണുള്ളൂ. ഞങ്ങള് നിങ്ങൾ എന്തോരം ചെയ്ത് പേടിപ്പിക്കി. നമുക്ക് കാണാം. നിങ്ങൾ ഓരോരുത്തരും ഇനി വഴി തടയും. അതുവരെ എത്തിച്ചേർന്ന് നിങ്ങളൊക്കെ ദൈവത്തിന് തതുല്യമായി കാണണമെന്ന് പറഞ്ഞ എന്നെ ആതിർവാനുശീലനത്തിന് പഠിപ്പിച്ച സിസ്റ്ററിനെ ഞാൻ ഓർക്കുന്നു. ഇവരെ പോലെയുള്ളവരാണ് അങ്ങനെ കാണേണ്ടതെന്നുള്ളത്. അന്നൊക്കെ സിസ്റ്റർമാരെയും വൈദികരെയൊക്കെ അങ്ങനെ തന്നെ കണ്ടിരുന്നത്. ഇന്ന് നിങ്ങൾ ഏത് രീതി കാണണം? നിങ്ങൾ അനുസരണ പഠിപ്പിക്കുന്ന ഒരു വൈദികർ, ഇങ്ങനെ കാണിക്കുന്ന വൈദികർ ഏത് രീതിയിലാണ് കാണേണ്ടത്? അതും കൂടി നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നെ. നിങ്ങൾ ആരനുസരിക്കുന്നു, നിങ്ങൾ ആരെ അനുസരിപ്പിക്കുന്നു, അതും കൂടി ചിന്തിക്കണം. അതും കൂടി ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ സംസാരിക്കാനായിട്ട്. നിങ്ങൾക്കൊക്കെ ഇപ്പൊ എന്ത് വിലയുണ്ട്? പട്ടിയുടെ വില പോലും ഉണ്ട്. പട്ടിയുടെ വില പോലും നിങ്ങൾക്ക്. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ തെറ്റ്. നിങ്ങൾ ഇപ്പൊ പറയുന്ന ഒരു കുർബാന ചെല്ലാണ്, എന്നിട്ട് ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി. അതൊന്നും നടക്കൂല. ജോയി എന്നല്ലേ വരും? അതെ. താങ്കളൊരു വൈദികനാണെന്ന് തോന്നുന്നുണ്ട്. ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് താങ്കളെ. അതുകൊണ്ട് തന്നെ പറയണത്, താങ്കളൊക്കെ ശ്രദ്ധിച്ചോ. ഇനി ഞങ്ങളൊക്കെ അങ്ങനെ വഴിയിട്ട് വലിക്കാന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഞങ്ങൾക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ആളുകളൊക്കെ ഞങ്ങൾക്കുണ്ട്. ഒക്കെ ഇങ്ങനെ ശരിയാക്കി തരാം. ഇനിയിപ്പോ അടുത്തത് ഞങ്ങൾ പോണത് നേരെ സെന്റ് തോമസ് മൗണ്ടിലേക്കാണ്. അടുത്ത സിനഡ് നടക്കൂലേ? സിനഡ് നടക്കുന്നു സെന്റ് തോമസ് മൗണ്ടില്. ഞങ്ങളെ കൊണ്ടുപോട്ടെ പോലീസ്. ഞങ്ങൾക്ക് പേടിയില്ല, ഞങ്ങൾക്ക് ഭയവുമില്ല. ഈ മെത്രാമാര് കാണിക്കുന്നതിന് ഇവരെയൊക്കെ വഴി തടയും ഞങ്ങൾ. ഇനി മെത്രാമാര്, അതിനുള്ള ഒരു അവസരമാണ് മെത്രാമാരുണ്ടാക്കുന്നത്. അത് കണ്ടോ നിങ്ങൾ കാത്തിരുന്ന് കണ്ടോ? ഇപ്പൊ ഞങ്ങളുടെ സഹോദരിമാര് രാപകലില്ലാതെ ആരാധനാലയത്തിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നു, കൊന്തയിൽ ലഭിക്കുന്നുണ്ട്. അതിന് മുൻപേട്ട ഷൈജു എന്നിട്ട് പറഞ്ഞ് ആ തെണ്ടിക്കൊക്കെ എന്താ അർഹതയുണ്ട് പറയാനായിട്ട്? സിനഡിനെ കുറിച്ചും ഈ കാനോനിക നിയമത്തെ കുറിച്ചൊക്കെ പറയാൻ എന്ത് യോഗ്യതയുണ്ട്? വാ പൊളിച്ച തിന്നാനും നുണ പറയാനും കാശുണ്ടാക്കാനും അല്ലാതെ ഇതിനൊക്കെ എന്തറിയാം? ഒന്നും അറിയില്ല ഇതിനൊക്കെ.